أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال ما مكني فيه ربي خير فأعينوني بقوة. قال ما مكني فيه ربي خير فأعينوني بقوة أجعل بينكم وبينهم ردما. آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا فما استطاعوا أن يظهروه وما استطاعوا له نقبا. قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكا وكان وعد ربي حقا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ മതം 958 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 95 മുതൽ 98 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിനായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ ഫഅഈനൂനി ബിഖുവ്വ അജ്അൽ ബൈനകും വബൈനഹും റദ്മ آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا فما استطاعوا أن يظهروه وما استطاعوا له نقبا. قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكاء وكان وعد ربي حقا. صدق الله العلي العظيم. സൂറത്തുൽ കഹ്ഫിലെ 95 മുതൽ 98 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ദീർഘമായൊരു ഇടവേളയ്ക്ക് ശേഷം സൂറത്തുൽ കഹ്ഫിന്റെ പഠനം പുനരാരംഭിക്കുകയാണ് നമ്മൾ വായിച്ചു വരുന്ന ഭാഗത്ത് ദുൽഖർനൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് വിവരിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയനായ വളരെ സുപ്രധാനമായ ജീവിത ദൗത്യം നിർവഹിച്ച ഒരു ചരിത്ര പുരുഷനാണ് ദുൽഖർനൈൻ എന്നാണ് ഖുർആന്റെ സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുണ്ടായത്. വളരെ നിസ്തുലമായ വളരെ പ്രാധാന്യമുള്ള ദൗത്യം, അത് പ്രപഞ്ചത്തിന്റെ ഭൂമുഖത്തിന്റെ അഷ്ടദിക്കുകളെയും സ്പർശിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവയെ സ്വാധീനിക്കുന്ന വിധത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ദൗത്യമാണ്
ദുൽഖർനൈൻ നിർവഹിക്കുകയുണ്ടായത് എന്നാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകൾ വെളിപ്പെടുത്തുന്നത്. ദുൽഖർനൈൻ ആരായിരുന്നു എന്ന കാര്യം ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള വ്യക്തത ഇത് സംബന്ധമായി ലഭ്യമല്ലാത്തത് കൊണ്ട് ചില അനുമാനങ്ങൾ മാത്രമാണ് വിശുദ്ധ ഖുർആന്റെ സൂചനകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പഠിതാക്കളും വിശുദ്ധ ഖുർആനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. 2-3 സാധ്യതകൾ നമ്മൾ വിലയിരുത്തുകയും ചെയ്തു. ദുൽഖർനൈൻ സൂറത്തുൽ കഹഫിലെ വിവരണത്തില് 3 സുപ്രധാനമായ ദിഗ്വിജയ യാത്രകൾ നടത്തിയതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തേത് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള ഒരു യാത്രയായിരുന്നു. അത് അറിയപ്പെടുന്ന ദൃശ്യമായ ഏറ്റവും വിദൂരതയിലുള്ള പടിഞ്ഞാറിന്റെ ഏറ്റവും അവസാനത്തേത് എന്ന് പരിഗണിക്കാവുന്ന വിധത്തിലുള്ള ഒരു അതിര് അടയാളപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരിടം വരെ ദുൽഖർനൈൻ അദ്ദേഹത്തിന്റെ പടയോട്ടത്തിന്റെ ഭാഗമായി എത്തിച്ചേർന്നു. സൂര്യൻ കറുത്ത് ചെളി കുത്തിയ ഒരു ഇടത്ത്, ഒരു തടാകത്തിൽ താഴ്ന്നു മറയുന്ന പോലെ കാണപ്പെടുന്ന വിധത്തിലുള്ള ഒരു ദിശയിലാണ് അല്ലെങ്കിൽ ഒരിടത്താണ് അദ്ദേഹം പടിഞ്ഞാറോട്ട് നിർവഹിച്ച യാത്രയിൽ എത്തിച്ചേർന്നത് എന്നതാണ് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം കിഴക്കോട്ട് നിർവഹിച്ച യാത്ര ഏറ്റവും പൗരസ്ത്യമായ കിഴക്കിന്റെ അതിർത്തി അടയാളപ്പെടുത്തുന്ന മശ്രിഖു ശംസ് എന്ന് ഖുർആൻ വിവരിക്കുന്ന ഒരിടത്തോളം എത്തുകയുണ്ടായ കാര്യവും ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ട്. ഈ 2 ഇടങ്ങളിലും ദുൽഖർനൈൻ അവിടെയുള്ള തദ്ദേശീയരായ ആളുകളുമായി സമ്പർക്കപ്പെട്ട കാര്യവും അവരുമായി അവരുടെ കാര്യത്തിൽ ചില നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ചതുമായും ഒക്കെ ഖുർആന്റെ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് 3-മതൊരു യാത്രയെക്കുറിച്ചാണ് ഖുർആൻ പരാമർശിക്കുന്നത്. ആ ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗം തുടങ്ങുന്നത് സുമ്മ അത്ബഅ സബബ. പിന്നെ വീണ്ടും ദുൽഖർനൈൻ മറ്റൊരു ലക്ഷ്യം മുന്നിട്ടുകൊണ്ട് യാത്ര നിർവഹിച്ചു. ഹത്താ ബലഗ ബൈന സദ്ദൈൻ. അങ്ങനെ 2 വലിയ പർവ്വതങ്ങൾക്കിടയിലുള്ള ഒരു പ്രദേശം വരെ അദ്ദേഹം എത്തുകയുണ്ടായി. അപ്പൊ അവിടെ വജദ മിൻ ദൂനിഹിമ ഖൗമ ലാ യകാദൂന യഫ്ഖഹൂന ഖൗല. അപ്പൊ ആ 2 പർവ്വതങ്ങളുടെ പരിസരത്തായിട്ട് ഒരു സമൂഹത്തെ അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റി. അവർക്ക് ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, യാതൊന്നും പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. അവരുടെ ഭാഷ വളരെ വ്യത്യസ്തമായിരുന്നു. ദുൽഖർനൈൻ സംസാരിക്കുന്ന ഭാഷ അവർക്കോ അവര് സംസാരിക്കുന്ന ഭാഷയെ ഇവർക്കോ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അത്രയും അപരിചിതമായ ഒരു ഭാഷയാണ് അവര് സംസാരിച്ചു കൊണ്ടിരുന്നത്. വടക്ക് ഭാഗത്തേക്ക് നിർവഹിക്കപ്പെട്ടതായി മനസ്സിലാക്കപ്പെടുന്ന ഈ യാത്ര അത്രയും ദുൽഖർനൈന്റെ കേന്ദ്രത്തിൽ നിന്ന് അകലെയായിരുന്നു എന്നതാണ് ഈ പ്രയോഗങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം. ആ നാട്ടുകാര് അദ്ദേഹത്തോട് പറയുകയുണ്ടായത് ഖാലു യാ ദുൽഖർനൈൻ ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ്. ദുൽഖർനൈനോടായിട്ട് അവര് പറയുന്നത് യഅജൂജും മഅജൂജും വലിയ കലാപകാരികളും കുഴപ്പകാരികളുമായി മാറിയിരിക്കുകയാണ്. ഞങ്ങള് പിരിവെടുത്തു തരാം, നികുതി
തിരിച്ചു തരാം. ഫഹൽ നജാലു ലക ഖർജ അലാ അൻ തജഅല ബൈനന വബൈനഹും സദ്ദ. താങ്കൾ ഞങ്ങൾക്കും അവർക്കും ഇടയിലായിട്ട് ഒരു മതില്, ഒരു തടസ്സം ആയി മാറുന്ന ഒരു ബാരിയർ നിർമ്മിച്ചു തരണം. ഇതാണ് അവര് ദുൽഖർനൈനോട് ആവശ്യപ്പെടുന്നത്. ആ ഘട്ടത്തില് ദുൽഖർനൈൻ നൽകുന്ന മറുപടിയാണ് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളുടെ തുടക്കത്തിലുള്ളത്. കാല, അദ്ദേഹം പറയുന്നു, മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ, എനിക്ക് എന്റെ റബ്ബ് ഒരുക്കി തന്നത് തന്നെ ധാരാളം മതിയായതാണ്. എനിക്ക് മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ, എനിക്ക് എന്റെ റബ്ബ് സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നത് തന്നെ ധാരാളമാണ്, വളരെയേറെ നല്ലതാണ്, മതിയായതാണ് എന്നാണ് ദുൽഖർനൈൻ പറയുന്നത്. ഒരു സൈനിക മേധാവി എന്നുള്ള നിലക്ക് ദിഗ്വിജയം നേടിയ ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് തന്റെ നിയന്ത്രണത്തിൽ വന്നിരിക്കുന്ന പ്രദേശത്തിലുള്ള ആളുകളുടെ ക്ഷേമം നിർവഹിക്കുക, ക്ഷേമത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നത് ദുൽഖർനൈൻ സ്വന്തം ഉത്തരവാദിത്തമായിട്ട് കണ്ടുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പടയോട്ടങ്ങൾ നടത്തുന്ന, നാടുകള് പിടിച്ചെടുക്കുന്ന, വലിയ കോളനി വാഴ്ച പോലെയുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ അവർ കീഴ്പ്പെടുത്തുന്ന പ്രദേശങ്ങളിലെ ആളുകളോട് ഏത് വിധത്തിലാണ് പെരുമാറുകയുണ്ടായത് എന്നത് നമ്മുടെ കൺമുന്നില് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ചരിത്രമാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ഉത്തരവാദിത്വ ബോധം കാണിക്കുന്ന ഒരു ഭരണാധികാരിയായിട്ടാണ് ദുൽഖർനൈൻ ഇവിടെ സംസാരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ, എനിക്ക് എന്റെ റബ്ബ് ഒരുക്കി തന്നിട്ടുള്ള സൗകര്യങ്ങൾ തന്നെ ധാരാളമാണ്. അതുകൊണ്ട് നിങ്ങൾ പിരിവെടുത്ത് തരാം എന്ന് പറയുന്ന ഈ നികുതി ഉണ്ടല്ലോ, അതിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല. നിങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ട, നിങ്ങളെ കൊള്ളക്കാരും കലാപകാരികളും കുഴപ്പക്കാരും ഒക്കെയായ ഒരു കൂട്ടരിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ട സൗകര്യം ചെയ്യുന്നതിന് നിങ്ങൾ എനിക്ക് ഇത്തരത്തില് നികുതിയൊന്നും പിരിച്ചു തരേണ്ട കാര്യമില്ല. മറിച്ച് എന്റെ ഖജനാവില് എന്റെ റബ്ബ് എത്തിച്ചു തന്നിട്ടുള്ള വിഭവങ്ങൾ തന്നെ ധാരാളം, അതിന് മതിയായതാണ്. ഈ നാടിന്റെ സംരക്ഷണം, ഈ നാട്ടുകാരുടെ ക്ഷേമം തുടങ്ങിയ കാര്യങ്ങള് എന്റെ ചുമതലയായിട്ട് ഞാൻ കാണുന്നു എന്ന വിധത്തിലാണ് ദുൽഖർനൈൻ ഇവിടെ സംസാരിക്കുന്നത്. മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ, എനിക്ക് എന്റെ റബ്ബ് ഒരുക്കി തന്നിട്ടുള്ള ഖജനാവ്, എന്റെ റബ്ബ് ഒരുക്കി തന്നിട്ടുള്ള വിഭവങ്ങൾ, സൗകര്യങ്ങൾ, ഇതൊക്കെ തന്നെ ധാരാളം മതിയായതും ഉത്തമമായതും ഒക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കായിക ബലം കൊണ്ട് സഹായിക്കുക. നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം നിർവഹിക്കാൻ എനിക്ക് കായിക ശേഷിയുടെ ഒരു പിൻബലമാണ് ആവശ്യമുള്ളത്. സമ്പത്തും വരുമാനവും പണവും ഒക്കെ എന്റെ ഖജനാവിൽ ആവശ്യത്തില് ഏറെ എന്റെ നിയന്ത്രണത്തിലായിട്ടുണ്ട്. അത് ധാരാളം മതിയായതാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ദൗത്യം നിർവഹിക്കണമെങ്കിൽ കായിക ശേഷി, മനുഷ്യാധ്വാനം ആവശ്യമാണ്. മനുഷ്യാധ്വാനം നൽകിക്കൊണ്ട് നിങ്ങൾ എന്നെ പിന്തുണക്കുക. ഇതാണ് ദുൽഖർനൈൻ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ഖുവ്വത്ത് കൊണ്ട്, മനുഷ്യന്റെ കായിക ബലം കൊണ്ട്, മനുഷ്യാധ്വാനം കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുക, പിന്തുണക്കുക.
അജ്അൽ ബൈനക്കും വ ബൈനഹും റദ്മ, നിങ്ങൾക്കും അവർക്കും ഇടയിലായിട്ട് ഞാനൊരു റദ്മ് സ്ഥാപിക്കാം, ഒരു ബാരിയർ ആയിട്ട് ഒരു ഭിത്തി സ്ഥാപിക്കാം എന്നാണ് ദുൽഖർനൈൻ അവരോട് പറയുന്നത്. ഇത് ചെയ്യാൻ അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ല. അതാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. രണ്ട് വലിയ പർവ്വതങ്ങൾക്കിടയിലാണ് ഈ വിടവുള്ളത്. ആ വിടവ് സാമാന്യം വലിയ വിടവാണ്. വലിയ കലാപകാരികളും കുഴപ്പകാരികളുമായ യജൂജ് മഅജൂജ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വളരെ അപ്രതീക്ഷിതമായി കൂട്ടത്തോടെ കടന്നാക്രമണം നടത്താൻ കഴിയുന്ന വിധത്തിലുള്ള വലിയ വിടവാണ്. ആ വിടവ് തൂർത്തുകൊണ്ട് ആ രണ്ട് പർവ്വതങ്ങളെ ചേർത്ത് ബന്ധിപ്പിച്ചുകൊണ്ട് ആ വിടവ് തൂർത്ത് നിങ്ങളുടെ അടുക്കലേക്ക് ചാടിക്കയറി വരാൻ അവർക്ക് സാധിക്കാത്ത വിധത്തില് ഞാൻ വലിയൊരു തടസ്സം അവിടെ ഉണ്ടാക്കിത്തരാം. അതിന് പക്ഷെ നിങ്ങളുടെ കായിക ബലം, കായിക ശേഷി, നിങ്ങളുടെ അധ്വാന ശേഷി എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ അത് നൽകിക്കൊണ്ട് എന്നെ സഹായിക്കുക. ഇതിന് പ്രതിഫലമായിട്ട് നിങ്ങൾ എനിക്ക് നികുതി പിരിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഈ ഭൂപ്രദേശത്തിന്റെ, ഈ നാട്ടിലെ ആളുകളുടെ ക്ഷേമകാര്യങ്ങളുടെ ഉത്തരവാദിത്വമുള്ളവനാണ് ഞാനിപ്പോ. അതുകൊണ്ട് ഞാനത് ചെയ്യാം. പക്ഷെ നിങ്ങൾ കായികമായി മനുഷ്യ ശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്നെ പിന്തുണക്കണം. നികുതിയല്ല എനിക്ക് ആവശ്യമുള്ളത്, ആൾബലമാണ്. ആൾബലം കൊണ്ട് നിങ്ങൾ എന്നെ പിന്തുണക്കണം എന്നാണ് ദുൽഖർനൈൻ ആ ഘട്ടത്തിൽ അവരോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന പക്ഷം അജ്അൽ ബൈനക്കും വ ബൈനഹും റദ്മ, ഞാൻ നിങ്ങൾക്കും അവർക്കും ഇടയിലായിട്ട് ഒരു വലിയ തടസ്സമുണ്ടാക്കാം, വലിയൊരു ബാരിയർ പണിയാം എന്നാണ് ദുൽഖർനൈൻ അവരോട് പറയുന്നത്. അപ്പോ ഈ ആശയം, ഈ അഭിപ്രായം ആ പ്രദേശത്തെ ആളുകൾക്ക് സ്വീകാര്യമായി. അത് നടപ്പിലാക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് തുടർന്നുള്ള ആയത്തുകളുടെ സൂചന. ആത്തുനി ജുബറൽ ഹദീദ്, നിങ്ങൾ എനിക്ക് ഇരുമ്പിന്റെ കട്ടികൾ കൊണ്ട് തരിക. ജുബറൽ ഹദീദ് എന്ന് പറഞ്ഞ ഇരുമ്പിന്റെ വലിയ കട്ടിയുള്ള ഷീറ്റുകൾ, ഇരുമ്പ് കട്ടികൾ നിങ്ങൾ എനിക്കായിട്ട് ഈ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുതരിക. അങ്ങനെ ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള വിടവ് നിരപ്പാക്കപ്പെടുന്നതോടുകൂടി, അപ്പോ ഇരുമ്പ് കട്ടികൾ കൊണ്ടുവന്ന് അട്ടിയിട്ട് ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള വിടവ് നികത്തുകയാണ് അവരുടെ മുന്നിലുണ്ടായിരുന്ന പദ്ധതി. ദുൽഖർനൈൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അതാണ്. അക്കാര്യത്തില് ഇരുമ്പ് കട്ടികൾ ഉണ്ടാക്കുന്ന ഇടത്ത് നിന്ന് അത് വേണ്ട വിധത്തില് ശരിയായ അളവിലും വലിപ്പത്തിലും ഒക്കെ ക്രമീകരിച്ചുകൊണ്ട് നിങ്ങൾ അത് ഇവിടെ കൊണ്ടുതരണം. അത് ക്രമപ്പെടുത്തി അട്ടിയിട്ട് ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള വിടവ് നികത്തുന്ന ഒരു പ്രവർത്തനത്തിന് ഞാൻ മേൽനോട്ടം നൽകും. അപ്പൊ അങ്ങനെ ഇരുമ്പ് കട്ടികള് ഇവയ്ക്കിടയിലുള്ള വിടവ് നികത്തിക്കഴിഞ്ഞാൽ, ആ നികത്തിക്കഴിയുന്നത് വരെ അത് ചെയ്യണമെന്നാണ് ദുൽഖർനൈൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആയപ്പോ അടുത്ത ഘട്ടം എന്നുള്ള നിലക്ക് അദ്ദേഹം പറഞ്ഞു, നാറ, നിങ്ങൾ അത് തീ കത്തിക്കുക, അവിടെ തീ ആളി കത്തിക്കണം. ഇരുമ്പ് കെട്ടികള് അട്ടിയിട്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള വിടവ് നികത്തി കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഇനി നമുക്ക് അവിടെ വളരെ ശക്തിയുള്ള തീ കത്തിച്ചുണ്ടാക്കണം. നാറ, തീ ആളി കത്തിക്കണം ഇവിടെ. നാറ, എന്നിട്ട് ഈ ഇരുമ്പ് കട്ടികൾ ഒരൊറ്റ സംഗതി എന്നുള്ള നിലക്ക് ഒരു സോളിഡായ ഒരു അഗ്നിയായി മാറണം. ഇരുമ്പ് കട്ടികള് പല എണ്ണമുള്ളത്
അവര് ശക്തമായി തീ കത്തിച്ച് വലിയ തീ ഉണ്ടാക്കിയെടുത്തതിന്റെ ഫലമായിട്ട് തീയില് ഇരുമ്പ് വെന്തുരുകി ഒരൊറ്റ സോളിഡായ ഒരു സംഗതിയായിട്ട് മാറും. ഇദാ ജഅലഹു നാറ ഖാല, അങ്ങനെ അത് തീയായി, ഈ ഇരുമ്പ് കട്ടികൾ തന്നെ മൊത്തത്തില് തീയായി മാറിക്കഴിഞ്ഞ അവസ്ഥയിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ആത്തൂനി, നിങ്ങൾ പോയിട്ട് എനിക്കായി കൊണ്ടുതരിക, ഉഫ്രിഗ അലൈഹി ഖിത്ര, ഞാൻ അതില് ഉരുക്കിയ ചെമ്പ് ഒഴിക്കട്ടെ. അപ്പൊ കൊണ്ടുതരിക എന്ന് പറഞ്ഞത് ഇവിടെ ഉരുക്കിയ ചെമ്പാണ്. ചെമ്പ് ഉരുക്കിയ മോൾട്ടൻ കോപ്പർ നിങ്ങൾ എനിക്കായിട്ട് കൊണ്ടുവരിക. ഇതൊക്കെ വളരെ സംക്ഷിപ്തമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു ശൈലിയിൽ ഖുർആൻ അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ദുൽഖർനൈൻ അതിനു വേണ്ട സാങ്കേതികമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കുകയും മറ്റൊരിടത്തായിട്ട് വളരെ അകലെയല്ലാതെ ചെമ്പ് ഉരുകിയ ചെമ്പ് തയ്യാറാക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ അത് നിങ്ങൾ പോയി എനിക്ക് വേണ്ടി എടുത്തോണ്ട് വരിക. എന്നിട്ട് ഞാൻ അത് ഈ ഉരുകി നിൽക്കുന്ന തീയായി മാറിയിട്ടുള്ള ഈ ഇരുമ്പ് കട്ടികളെ അതിന്റെ മുകളിലായിട്ട് ഈ ഉരുക്കിയ ചെമ്പ് ഒഴിച്ച് അതിനെ ക്യാപ്പ് ചെയ്യട്ടെ എന്നാണ് ദുൽഖർനൈൻ പറയുന്നത്. വളരെ ഫലപ്രദമായ, ഒരുപക്ഷെ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് തന്നെ യാതൊരു കേടുപാടുകളും ഇല്ലാത്ത വിധത്തില് നിലനിൽക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ദുൽഖർനൈൻ ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് എന്ന് കാണാൻ കഴിയും. ഇരുമ്പ് തനി ഇരുമ്പാണെങ്കിൽ എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ അന്തരീക്ഷ താപത്തിനും അന്തരീക്ഷത്തിലുള്ള മോയിസ്ചറിനും ഒക്കെ ഓപ്പൺ ആയിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് കിടക്കുമ്പോൾ അത് തുരുമ്പെടുത്തു പോകാനും നശിച്ചു പോകാനും ഒക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ദീർഘമായ ഒരു കാലം പിന്നിടുന്നതോടുകൂടി. ഇവിടെ ഇരുമ്പ് കട്ടികള് തീയിട്ട് വലിയ തീ ഉണ്ടാക്കി അതിനെ ഒന്നാകെ തന്നെ തീയാക്കി മാറ്റിയിട്ട് അതിന്റെ മുകളില് ചെമ്പുരുക്കിയ ദ്രാവകം ഒഴിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ചെമ്പ് കൊണ്ടാണ് ഈ ചുട്ടുപഴുത്ത ഇരുമ്പിനെ അവർ ക്യാപ്പ് ചെയ്യുന്നത്. ചെമ്പ് കൊണ്ടുള്ള ഒരു തൊപ്പി ഇട്ട് കൊടുക്കുകയാണ് ഇതിന് മൊത്തത്തിലായിട്ട്. അപ്പൊ ആ വലിയ വിടവ് മുഴുവനായിട്ടും ഇരുമ്പ് കട്ടികൾ കൊണ്ട് മറയ്ക്കപ്പെട്ടത് അതിനെ ആവരണം ചെയ്തുകൊണ്ട് ചെമ്പ് ദ്രാവകത്തിന്റെ ഉരുകിയ ചെമ്പ് കൊണ്ടുള്ള ഒരു ക്യാപ്പ്, ഒരു മൂടിയിട്ട പോലെയായിട്ട് അത് മാറും. അപ്പോ ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ ഭിത്തി ഇരുമ്പിന്റെ ശക്തിയേക്കാൾ അത് ശക്തി കാണിക്കും എന്നത് മാത്രമല്ല, ഒരുപാട് ദീർഘമായ ഒരു കാലം യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും വരാത്ത വിധത്തില് സുരക്ഷിതമായി നിലനിൽക്കുകയും ചെയ്യും. അന്ന് ഒരുപക്ഷെ ദുൽഖർനൈൻ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിലെ ആളുകൾക്കോ മാത്രം ആലോചിക്കാൻ പറ്റിയിരുന്ന ഒരു സാങ്കേതിക സാധ്യതയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ പോയി ആത്തൂനി പോയിട്ട് കൊണ്ടുവരും, ഉഫ്രിഖ അലൈഹി ഖിത്ര, ഞാൻ അതിന്റെ മുകളില് ഉരുകിയ ചെമ്പ് ദ്രാവകം ഒഴിക്കട്ടെ, അതിന് പറ്റുന്ന വിധത്തിൽ നിങ്ങൾ അത് എനിക്ക് കൊണ്ടുതരൂ. ഇതാണ് ദുൽഖർനൈൻ ആ ഘട്ടത്തിൽ പറയുന്നത്. അപ്പൊ ഇരുമ്പ് കട്ടികൾ കൊണ്ട് നിർമ്മിച്ച ഭിത്തിയെ ബലപ്പെടുത്തുന്നതിനും കാലാവസ്ഥയുടെ പ്രാതികൂല്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ഒക്കെയായിട്ട് ചെമ്പ് ദ്രാവകം കൊണ്ടുള്ള ഒരു ക്യാപ്പിംഗ് കൂടി ചെയ്യുകയാണ് ദുൽഖർനൈൻ ആ ഘട്ടത്തിൽ. അങ്ങനെ അത് നിർമ്മിക്കപ്പെട്ടപ്പോൾ അവസ്ഥ ഇതാണ്. അതിനെ കയറി മറിയാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. അത്രയും വലിയ
പർവ്വത സമാനമായ ഒരു ഭിത്തിയാണ് അവിടെ പണിയപ്പെടുകയുണ്ടായത്. യജൂജ് മജൂജ് വിഭാഗത്തിൽ പെടുന്ന ഈ രണ്ട് പർവ്വതങ്ങൾക്ക് അപ്പുറം എവിടെയോ താമസിച്ചിരുന്ന കലാപകാരികളും കുഴപ്പകാരികളും ഒക്കെയായിരുന്ന ആ കൂട്ടർക്ക് പാഞ്ഞു വന്ന് ആക്രമിക്കാൻ കഴിയാത്ത വിധത്തില് വലിയൊരു തടസ്സമായി അത് രൂപപ്പെട്ടു വന്നു. അവർക്ക് അതിനെ കയറി മറികടന്നു വരാൻ സാധിക്കാതെയായി. മാത്രവുമല്ല വമസ്തതാഉ നഖബ, അതില് തുരങ്കമുണ്ടാക്കിയിട്ട് അതിനെ തുരന്നു ദ്വാരപ്പെടുത്തിയിട്ട് അതിലൂടെ കടന്നു വരാനും അവർക്ക് സാധിക്കുമായിരുന്നില്ല. അത്രയും കട്ടിയിലുള്ള ഇരുമ്പും ചെമ്പും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ ബാരിയർ അത് ആ രണ്ട് പർവ്വതത്തിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന അത്രയും വീതി വിസ്താരവും വണ്ണവും ഒക്കെ ഉള്ള വിധത്തില് നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പോ ആ പർവ്വതം തുറന്ന് ഇപ്പുറത്തേക്ക് കടക്കാൻ കഴിയുന്നതിനേക്കാൾ അവർക്ക് പ്രയാസകരമായിട്ട് മാറിയിട്ടുണ്ടാകും ഇപ്പോൾ നിർമ്മിക്കപ്പെട്ട ഇരുമ്പും ചെമ്പും ഉപയോഗപ്പെടുത്തിയുള്ള ഭിത്തി. അതിനെ തുരന്ന് അതിൽ ദ്വാരമുണ്ടാക്കിക്കൊണ്ട് അതിലൂടെ കടന്നു വരാനും അവർക്ക് സാധിക്കുമായിരുന്നില്ല. ആ വിധത്തിലാണ് യജൂജ് മജൂജ് വിഭാഗങ്ങളിൽപ്പെട്ട ഈ കലാപകാരികളെ, ഈ കൊള്ളക്കാരും കുഴപ്പക്കാരും ഒക്കെയായ ആളുകളെ ദുൽഖർനൈൻ ഇപ്പോ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന ഭൂപ്രദേശത്തുള്ള ആളുകളുടെ സംരക്ഷണ ആവശ്യത്തിനായിട്ട് ഇവിടെ പണിയപ്പെട്ടിരിക്കുന്ന ഭിത്തി ആ വിധത്തിലുള്ള ശക്തമായ ഭിത്തിയാണ്. അതിനെ മറികടന്ന് ചാടിക്കടന്നു വരാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. അതിനെ ദ്വാരപ്പെടുത്തിയിട്ട് അതിലൂടെ ഒരു ടണൽ ഉണ്ടാക്കി, ഒരു തുരങ്കം ഉണ്ടാക്കിയിട്ട് അതിലൂടെ വരാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. ഈ രണ്ട് സംഗതിക്കും കഴിയാത്ത വിധത്തില് സുശക്തമായ ഒരു തടസ്സം തന്നെയാണ് ദുൽഖർനൈൻ അവിടെ നിർമ്മിക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് അദ്ദേഹം പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ചരിത്രത്തിലെ ദിഗ്വിജയികളോ ലോകം കീഴടക്കിയ ഭരണാധികാരികളോ ചക്രവർത്തിമാരോ രാജ്യത്തിന്റെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ അധിപന്മാരോ ഒന്നും തന്നെ പറഞ്ഞതായിട്ട് നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു വാചകം. അതാണ് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ രംഗത്ത് വന്ന ഈ ചരിത്ര പുരുഷൻ ഇവിടെ പറയുന്ന കാര്യം. ഹാദാ റഹ്മത്തും മിർ റബ്ബി, അദ്ദേഹം അവിടെ നിർമ്മിച്ച അതിഗംഭീരമായ ഭിത്തിയുടെ നിർമ്മാണത്തിന്റെ ക്രെഡിറ്റ് സ്വയം ഏറ്റെടുക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഹാദാ റഹ്മത്തും മിർ റബ്ബി, ഇതെന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഒരു കാരുണ്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ഇത്ര സുശക്തമായ ഒരു ഭിത്തി നിർമ്മിച്ചു തരാൻ സാധിച്ചു എന്നത് എനിക്ക് എന്റെ റബ്ബ് ചെയ്തു തന്ന ഒരു കാരുണ്യമാണ്. ഇതെന്റെ കേവലമായ നേട്ടമോ ഒന്നുമല്ല. ഇതെന്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ള ഒരു കാരുണ്യം മാത്രമാണ്. എന്റെ റബ്ബിന്റെ കാരുണ്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഒരിക്കലും കഴിയുമായിരുന്നില്ല. ഹാദാ റഹ്മത്തും മിർ റബ്ബി ഫൈദാ ജാഅ വഅദു റബ്ബി. ഇനി പറയാൻ പോകുന്നത് ഇത് ഗംഭീരമായ ഒരു ഭിത്തിയൊക്കെ തന്നെയാണ്. ഈ ശക്തമായ ഭിത്തി നിർമ്മിക്കാൻ പക്ഷെ എനിക്ക് സാധിച്ചിട്ടുള്ളത് എന്റെ റബ്ബ് എനിക്ക് ഇക്കാര്യത്തില് അവന്റെ റഹ്മത്ത് ചെയ്തത് കൊണ്ടാണ്. നിങ്ങളെ സഹായിക്കാൻ ഈ ഒരു ഭിത്തി നിർമ്മിക്കാൻ എനിക്ക് സാധിച്ചത് ഇത് ഹാദാ റഹ്മത്തും മിർ റബ്ബി, എന്റെ റബ്ബിന്റെ ഒരു കാരുണ്യം എന്നുള്ള നിലക്ക് അവൻ സൗകര്യമൊരുക്കി തന്നത് കൊണ്ട് മാത്രമാണ് അത് സാധിച്ചിട്ടുള്ളത്. ഇത് സാധ്യമാവുന്നിടത്തോളം ശക്തമാണ്. എന്റെ സകലവിധ കഴിവും സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഭിത്തി പണിയപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പോലും ഫൈദാ ജാഅ വഅദു റബ്ബി, എന്റെ റബ്ബ് ഇതിനൊരു വഅദ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിന്
ഒരു സമയബന്ധിതമായ വാഗ്ദാനം, അത് ഇത്ര കാലം വരെ നിൽക്കും, ആ കാലം കഴിഞ്ഞാൽ അത് നശിപ്പിക്കപ്പെടും, തകർക്കപ്പെടും എന്ന വിധത്തില് അതിന് അവനൊരു അജല് നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈദാ ജാഅ വഅദു റബ്ബി, എന്റെ റബ്ബിന്റെ ആ സമയ വാഗ്ദാനം വന്നു കഴിഞ്ഞാൽ, ഇത് സംബന്ധമായിട്ട് എന്റെ റബ്ബ് നടത്തിയിട്ടുള്ള ഒരു സമയ വാഗ്ദാനമുണ്ട്. അത്രയും കാലം അത് സുരക്ഷിതമാണ്, ആർക്കും അതിനെ തകർക്കാൻ കഴിയില്ല, അതിന് ദ്വാരമുണ്ടാക്കിക്കൊണ്ട് തുരങ്കമുണ്ടാക്കി അപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല, അതിനെ മറികടന്ന് പോകാൻ ചാടിക്കടക്കാനൊന്നും കഴിയില്ല. അങ്ങനെയൊക്കെയുള്ള നിലക്ക് അത് വളരെ പ്രയോജനകരമായിരിക്കും. പക്ഷെ എന്റെ റബ്ബ് അതിന് നിശ്ചയിച്ച ഒരു വാഴതുണ്ട്, ഒരു സമയത്തിന്റെ വാഗ്ദാനം. ആ സമയ വാഗ്ദാനം എത്തിക്കഴിഞ്ഞാൽ ജഅലഹു ദക്കാ, അവൻ അതിനെ തരിപ്പണമാക്കി കളയും. എല്ലാ കാലത്തും അത് നിലനിൽക്കും എന്നല്ല ഞാൻ പറയുന്നത്. എന്റെ റബ്ബ് അതിനൊരു സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ലോകാവസാനത്തോടു കൂടി സംഭവിക്കുന്നതാകാം, അതല്ലെങ്കിൽ അവൻ നിശ്ചയിച്ച അതിനു മുമ്പുള്ള ഒരു സമയം ആഗതമാകുന്നതോടുകൂടി ഈ ഭിത്തി തകർക്കപ്പെട്ടു പോയെന്ന് വരാം. എന്തായാലും ഈ ഭിത്തിയുടെ നിർമ്മാണത്തിന് സാധ്യമായ എല്ലാ സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തി ഏറ്റവും സുശക്തമായ ഒരു ഭിത്തിയാക്കിയിട്ട് തന്നെയാണ് അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അതിനൊരു അജലുണ്ട്, അള്ളാഹു നിശ്ചയിച്ച ഒരു വാഴത്തുണ്ട്, അതൊരു സമയമാണ്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ ജഅലഹു ദക്കാ, എത്ര കരുത്തുള്ളതാണെങ്കിലും അവൻ അതിനെ തവിട് പൊടിയാക്കി കളയും. ജഅലഹു ദക്കാ, അവൻ അതിനെ തരിപ്പണമാക്കി കളയും. അപ്പൊ അള്ളാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ടത്. ഒന്നുകിൽ അത് അന്ത്യസമയത്ത് ലോകം മുഴുവനും നശിപ്പിക്കപ്പെടുന്ന ഒരു വേളയിലായിരിക്കാം, അതല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച അതിന്റെ മുമ്പുള്ള ഒരു സമയമായിരിക്കാം. രണ്ടായാലും ഈ വിധത്തില് ഈ ഭിത്തി തകർക്കപ്പെടാൻ അള്ളാഹു വെച്ച ഒരു സമയമുണ്ട്. ആ സമയം ആഗതമായി കഴിഞ്ഞാൽ അതിനെ അവൻ തരിപ്പണമാക്കി കളയും. വകാന വഅദു റബ്ബി ഹഖ്ഖ, എന്റെ റബ്ബിന്റെ സമയ വാഗ്ദാനം അത് സത്യമായി പുലരുന്നത് തന്നെയാണ്. യാതൊരു സംശയവും വേണ്ട, അത് സത്യമായി പുലരുക തന്നെ ചെയ്യും. അവൻ നിശ്ചയിച്ച വാഴത്, അവൻ നിശ്ചയിച്ച അജല്, അത് ഹഖായിട്ട് പുലരുക തന്നെ ചെയ്യും എന്നാണ് ദുൽഖർനൈൻ ആ ഘട്ടത്തിൽ പറയുന്നത്. ദുൽഖർനൈൻ ഇത് പറയുമ്പോ അദ്ദേഹത്തിന്റെ വാക്കുകളിലോ പെരുമാറ്റത്തിലോ നിലപാടിലോ അഹങ്കാരത്തിന്റെയോ പൊങ്ങച്ചത്തിന്റെയോ അദ്ദേഹത്തിന്റെ നേട്ടത്തിൽ അടങ്ങിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ വലിയ ഒരു കരവിരുത് അല്ലെങ്കിൽ സാമർത്ഥ്യം എന്നൊക്കെ സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള യാതൊരു സംഗതിയും അടങ്ങിയിട്ടില്ല എന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് നൽകുന്ന സൂചന പ്രവാചകന്മാരെ പോലെ പ്രവാചക ദൗത്യം നിർവഹിച്ച സമാനമായ ദൗത്യം നിർവഹിച്ച ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയരായ ചില ആളുകളെയൊക്കെ പോലെ വളരെ സമുന്നതമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ദുൽഖർനൈൻ എന്നാണ്. ദിഗ്വിജയികളായ ചക്രവർത്തിമാരും സൈനിക മേധാവികളും ഒന്നും തന്നെ ഈ വിധത്തില് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് വിനയം കാണിച്ച് സ്വയം തങ്ങളുടെ എളിമ വെളിപ്പെടുത്തുന്ന വിധത്തില് സംസാരിക്കുന്നവരായിരുന്നിട്ടേ ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നത് ചരിത്രത്തിലെ വിരളമായ ചില സംഭവങ്ങളിൽ മാത്രം. അള്ളാഹുവിന് വഴിപ്പെട്ട് പ്രവാചകന്മാരുടെ പാതയിലൂടെ സഞ്ചരിച്ച ചുരുക്കം ചില ആളുകളുടെ കാര്യത്തിൽ മാത്രമേ നമുക്കത് കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ചരിത്രത്തിലെ വളരെ 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 വിരളമായ ഒരു പ്രതിഭാസമായിട്ട് ദുൽഖർനൈനെ നമുക്കിവിടെ പരിചയപ്പെടുത്തി തരികയാണ് അള്ളാഹു. ആരായിരുന്നു ദുൽഖർനൈൻ എന്നതിനേക്കാൾ പ്രസക്തമായ ചോദ്യം ഏത് തരത്തിലുള്ള ഒരു നേതാവായിരുന്നു, ഒരു ഭരണാധിപനായിരുന്നു, ഒരു ചക്രവർത്തിയായിരുന്നു, ഒരു പടനായകനായിരുന്നു,
ദുൽഖർനൈൻ എന്നതാണ്. അദ്ദേഹത്തിന് നമ്മൾ എക്സ് എന്ന് പേര് കൊടുത്താലും വൈ എന്ന് പേര് കൊടുത്താലും അതുകൊണ്ട് പറയത്തക്ക മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. അത് ചരിത്രപരമായി നമുക്ക് അദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും ചരിത്രത്തിൽ മൺമറഞ്ഞു പോയ ഒരുപാട് വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമല്ലാത്തത് കൊണ്ട് അത്തരം പേരുകളും കാലവും സ്ഥലവും ഒക്കെ നിർണയിച്ചത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നത് ദുൽഖർനൈൻ അള്ളാഹുവിനെയും പ്രവാചകന്മാരെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് നിലകൊണ്ട, സത്യത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന, നീതിക്ക് വേണ്ടി പടവെട്ടിയിരുന്ന ഒരു നേതാവായിരുന്നു എന്നതാണ്. അദ്ദേഹം പ്രജകളുടെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് തന്നെ ഇതൊക്കെ വളരെയേറെ വ്യക്തമാക്കി തരുന്നുണ്ട്. ഒരിക്കലും തന്നെ ഉത്തരവാദിത്ത രാഹിത്യത്തോടുകൂടി ഏതെങ്കിലും ദിഗ്വിജയി പെരുമാറുന്ന പോലെ അഹങ്കാരവും ധിക്കാരവും ഒക്കെ അടങ്ങിയ വിധത്തിലല്ല ദുൽഖർനൈൻ താൻ കീഴടക്കിയ പ്രദേശത്തുള്ള ആളുകളോട് സംസാരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 3 ശ്രദ്ധേയമായ യാത്രകളാണ് ദുൽഖർനൈൻ നിർവഹിച്ചതായിട്ട് കാണാൻ കഴിയുന്നത്. ദുൽഖർനൈൻ ആരായിരുന്നു എന്നത് ഈ ആയാത്തുകളുടെ സൂചനകളിൽ നിന്ന് നമുക്ക് കൃത്യമായി നിർണയിക്കാൻ കഴിയാത്ത കാരണത്താൽ തന്നെ വളരെ വ്യത്യസ്തമായ പല വ്യാഖ്യാനങ്ങളും ഇതിന് നൽകപ്പെട്ടിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. ദുൽഖർനൈൻ ഒരു ആകാശയാത്ര നടത്തിയ ചക്രവർത്തിയായിരുന്നു എന്ന വിധത്തിലൊക്കെ അതിന് വിശദീകരണം നൽകപ്പെടുന്നത് കാണാം. യഥാർത്ഥത്തില് അത്തരം കാടുകയറിയ വിശദീകരണങ്ങൾ ആവശ്യമാണോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം. ഒന്നാമത്, ഇവിടെ ഒരു പ്രത്യേക പേർപ്പസ് നിർവഹിക്കുന്നതിന് കൂടി വേണ്ടിയാണ് മക്കയിലെ പ്രമാണിമാര് യഹൂദരുടെ പ്രേരണയില് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളുടെ ഭാഗമായിട്ട് വന്ന ദുൽഖർനൈനെ കുറിച്ചുള്ള ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യ സമൂഹത്തിനിടയില് സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി നിലകൊണ്ട ഒരു ദിഗ്വിജയിയായ ഭരണാധികാരിയെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭൂമിയിലെ ഒരു കാലഘട്ടത്തിലെയും ഒരു സമൂഹവുമായിട്ട് ബന്ധമില്ലാത്ത, ആകാശത്തിലൂടെ സഞ്ചാരം നടത്തി അത്ഭുതങ്ങൾ കാണിച്ച ഒരാളായിട്ട് ഇദ്ദേഹത്തെ മനസ്സിലാക്കുന്നതിന്, പ്രത്യേകിച്ച് മനുഷ്യ സമൂഹവും അവർക്കിടയിൽ നിർവഹിക്കപ്പെടുന്ന ദൗത്യവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പേർപ്പസ് സെർവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അത്തരം വഴിവിട്ട വ്യാഖ്യാനങ്ങള് നൽകിയിട്ട്, പ്രത്യേകിച്ച് ചില പദങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള അത്തരം വ്യാഖ്യാനങ്ങൾ നൽകുന്നത് വിശേഷിച്ച് യാതൊരു നേട്ടവും നൽകുന്ന വിധത്തിലുള്ളതല്ല എന്നതാണ് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഒരു ചരിത്രഘട്ടത്തില് മനുഷ്യർക്കിടയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ദൗത്യം നിർവഹിച്ചുകൊണ്ട് ജീവിച്ച, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടും പ്രവാചകന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ടും നീതി നടപ്പിലാക്കുന്നതില് വിജയം കണ്ടെത്തിയ ശ്രദ്ധേയനായ ഒരു ഭരണാധികാരിയെ കുറിച്ചാണ്, ഒരു സൈന്യത്തലവനെ കുറിച്ചാണ്, ഒരു പടനായകനെ കുറിച്ചാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത് എന്നത് ഈ ആയത്തുകളുടെ സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും ഈ വിശുദ്ധ റമദാന്റെ ദിനരാത്രങ്ങളെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ സഹായിക്കുമാറാവട്ടെ. അവന്റെ തൃപ്തിയും സന്തോഷവും ആർജിച്ചുകൊണ്ട് ഈ റമദാന്റെ ദിനരാത്രങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന, വ്രതാനുഷ്ഠാനത്തിലൂടെ ശരീരത്തിന് ലഭിക്കുന്ന ആരോഗ്യത്തെ പോലെ തന്നെ നമ്മുടെ വിശ്വാസപരമായ ദാർഢ്യത കൈവരിക്കാൻ കൂടി സാധിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഭവിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.